ഹലോ എവ്രി വൺ, വെൽക്കം ടു എജ്യൂപോർട്ട്. എല്ലാവർക്കും മക്കളെ എജ്യൂപോർട്ടിൻ്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ നാഫി. ഞാൻ നിങ്ങൾക്ക് ഹിസ്റ്ററിയിലെ കുറച്ചധികം ചാപ്റ്റേഴ്സ് എടുക്കുന്നത് ഞാനാണ്. അപ്പോൾ എൻ്റെ പേര് നാഫി. അപ്പോൾ നമുക്ക് +1 ഹിസ്റ്ററിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്നറിയാം. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, +1 ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വേൾഡ് ഹിസ്റ്ററിയാണ്. ലോകത്ത് നടന്നിട്ടുള്ള പല സംഭവങ്ങൾ, അതായത് ചൈനയിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, ജപ്പാനിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ അറേബ്യയിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, റോമിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, ഇറാഖ് മെസപ്പൊട്ടേമിയയിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, യൂറോപ്പിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള ഹിസ്റ്റോറിക്കലായുള്ള സംഭവങ്ങളാണ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുള്ളത്? +1 ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, SSLC അല്ല +1. SSLC ചെറിയൊരു കുന്നാണെങ്കിൽ +1 വലിയൊരു മലയാണ്. SSLCയുടെ 3-4 ഇരട്ടി നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്? +1 പഠിക്കാനുണ്ട്. അപ്പോൾ മക്കളെ, +1 നന്നായി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി +1 കഴിച്ചെല്ലാൻ പറ്റുള്ളൂ. SSLCയെ പോലെ നിങ്ങൾ അവസാന നിമിഷം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +1 മാർക്ക് വളരെ കുറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ +1 ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് കുട്ടികൾക്ക് മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് ചാനലാണ്. അപ്പോൾ നിങ്ങളൊരു ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കഴിയുകയാണെങ്കിൽ വാട്സപ്പിൽ ഒന്ന് സ്റ്റാറ്റസ് വെക്കുക. കാരണം നിങ്ങൾ പുതിയ സ്കൂളിൽ എത്തിയിട്ടുണ്ട്, നിങ്ങൾ പുതിയ കൂട്ടുകാരെ കണ്ടിട്ടുണ്ട്, അവരുടെയൊക്കെ നമ്പർ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടാവും. സോ അവർക്കൊന്ന് ഹ്യൂമാനിറ്റീസിൻ്റെ ഈ ഒരു ചാനലുള്ള കാര്യം പല കുട്ടികൾക്ക് നിങ്ങളുടെ പല ഫ്രണ്ട്സിനും അറിയാൻ ചാൻസ് ഇല്ല. അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യുക? ഈ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ഇനി നിങ്ങൾ 2-3 കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ പേര്, നിങ്ങൾ പഠിക്കുന്ന സ്കൂള്, നിങ്ങൾക്ക് സ്കൂളിൽ ഹ്യൂമാനിറ്റീസിൽ ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് വീതം എടുത്തു. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ പേര്, നിങ്ങൾ പഠിക്കുന്ന സ്കൂള്, നിങ്ങൾക്ക് +1 ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റർ വീതം എടുത്തു കഴിഞ്ഞു. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക? പരമാവധി നിങ്ങളുടെ +1 പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു ചാനൽ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കുട്ടികൾക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു ഫ്രണ്ടിന് എന്താണ് ഹ്യൂമാനിറ്റീസിൻ്റെ ക്ലാസ് വേണമെങ്കിൽ അവർ ഇങ്ങോട്ടേക്ക് വരണം. സോ അവർക്ക് പരമാവധി എന്ത് ചെയ്യുക? ഈ ചാനലിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത്, +1 ഹിസ്റ്ററി നമുക്ക് മൊത്തം പഠിക്കാനുള്ളത് 10 ചാപ്റ്റേഴ്സാണ്. ടോട്ടൽ 10 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്? +1 ഹിസ്റ്ററി പഠിക്കാനുണ്ട്. +1 ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ 100 മാർക്കിനാണ് കേട്ടോ. 100 മാർക്കിൽ 80 മാർക്ക് നിങ്ങൾ റിട്ടൺ എക്സാമാണ്. നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് എഴുതിയിട്ടുള്ള എക്സാമാണെന്ത് 80 മാർക്ക്. ബാക്കി 20 മാർക്ക് എന്താണ്? CE മാർക്കാണ്. നിങ്ങളുടെ ക്ലാസ്സിലെ പെർഫോമൻസ്, നിങ്ങൾ അസൈൻമെൻറ്റ് വെക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് നിങ്ങളുടെ സ്കൂളിൽ തരുന്ന മാർക്കാണ് 20. ഈ 80 എന്താണ്? എക്സാം മാർക്കാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ 80ൽ 24 മാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. 80ൽ 24 മാർക്ക് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? പാസ്സാവുകയുള്ളൂ കേട്ടോ. അതായത് SSLC എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എഴുതി പാസ്സാവുന്നില്ല. നിങ്ങൾക്ക് സിയും ടിയും കൂടി കൂട്ടി, രണ്ടും കൂടി കൂട്ടിയിട്ട് നിങ്ങൾ പാസ്സാവുമായിരുന്നു. പക്ഷേ +1 അങ്ങനെയല്ല. 80ൽ നിങ്ങൾ നിർബന്ധമായിട്ട് എത്ര മാർക്ക് വാങ്ങിയിരിക്കണം? 24 മാർക്ക് വാങ്ങിയിരിക്കണം. 80ൽ 24 മാർക്ക് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾ +1 ഹിസ്റ്ററിയിൽ പാസ്സാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്? 80ൽ 18 മാർക്കാണ്, അല്ലെങ്കിൽ 80ൽ 19 മാർക്കാണ്, അല്ലെങ്കിൽ 80ൽ 20 മാർക്കാണ്. ഇതിൽ ഏത് മാർക്ക് കിട്ടിയാലും നിങ്ങൾ +1 തോറ്റുപോകും. നിങ്ങൾക്ക് 80ൽ 24 മാർക്ക് നിങ്ങൾ എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾ +1 ഹിസ്റ്ററിയിൽ പാസ്സാകൂ. അപ്പോൾ 80ൽ 24 മാർക്ക് എഴുതിയെടുക്കാൻ ചുരുങ്ങി നിങ്ങൾ ഒരു 6 ക്വസ്റ്റ്യൻ്റെങ്കിലും ആൻസർ നിങ്ങൾ കറക്റ്റാക്കി എഴുതണം. ചുരുങ്ങി 6 ക്വസ്റ്റ്യൻ്റെങ്കിലും ആൻസർ കറക്റ്റാക്കി എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് +1 ഹിസ്റ്ററിയിൽ പാസ്സാവാൻ പറ്റൂ. അപ്പോൾ മക്കളെ, ചില്ലറ പരിപാടിയല്ല കേട്ടോ, നന്നായി പഠിച്ചോണ്ടി. അപ്പോൾ നമ്മൾ +1 ഹിസ്റ്ററിയെ കുറിച്ച് മൊത്തം നോക്കുകയാണെങ്കിലും ഇത്രയും ചാപ്റ്റേഴ്സ് 10 ചാപ്റ്റേഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ ചാപ്റ്റർ 1 റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് അഥവാ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ്. പക്ഷേ നിങ്ങൾക്ക് ചില സ്കൂളുകൾ എന്ത് ചെയ്യും? ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എന്നുള്ള ചാപ്റ്റർ ആയിരിക്കും ഫസ്റ്റ് എടുക്കുക. അതിനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ വർഷം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ചാപ്റ്റർ ഏതായിരുന്നു? ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം ആയിരുന്നു. ഈ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം ആയിരുന്നു. പക്ഷേ ഗവൺമെൻറ് എന്ത് ചെയ്തു? അതിലെ കുറച്ച് പോർഷൻസ് ഡിലീറ്റ് ചെയ്ത്, അതിലെ കുറച്ച് പോർഷൻസ് ഒഴിവാക്കിയിട്ട് ചെറിയ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് അതിനെ പുതിയൊരു ചാപ്റ്ററാക്കി മാറ്റി, ഒറിജിൻ ഓഫ് ഹ്യൂമൻസ്. എന്നാൽ എത്രാമത്തെ ചാപ്റ്റർ ആക്കിയത്? 3rd ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്ററാക്കി മാറ്റി. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്ന ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എന്നുള്ള ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി, കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് 3rd ചാപ്റ്ററാക്കി മാറ്റി, ഒറിജിൻ ഓഫ് ഹ്യൂമൻസ്. അപ്പോൾ അത് ശരിക്കും ഏത് ചാപ്റ്ററാണ്? 3rd ചാപ്റ്ററാണ്. പക്ഷേ നിങ്ങളുടെ സ്കൂൾ ചിലപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള പേരിൽ ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ആണ്. കഴിഞ്ഞ കൊല്ലം ഗവൺമെൻറ് ഇറക്കിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇതാണ് എന്ത്? ടോട്ടൽ 10 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ശരിക്കും റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് അഥവാ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്റർ ഏതാ? എൻ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സ് അഥവാ റോമൻ എംപയറിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ്. റോമാ സാമ്രാജ്യത്തെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ് രണ്ടാമത്. മൂന്നാമത് നമ്മൾ നേരത്തെ പറയുമ്പോൾ തന്നെ ഒറിജിൻ ഓഫ് ഹ്യൂമൻസ്, അതായത് ആദ്യകാല മനുഷ്യരെ കുറിച്ചിട്ടും അവരുടെ ജീവിത രീതിയെ കുറിച്ചിട്ടും അവരുടെ ഭക്ഷണത്തെ കുറിച്ചിട്ടും മനുഷ്യർ എങ്ങനെയാണ് ഭൂമിയിൽ ഉണ്ടായത്, ആ കാര്യങ്ങളൊക്കെയാണ് ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് അല്ലെങ്കിൽ ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എന്ന് പറഞ്ഞ ഈ ഒരു
പേരിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് സ്കൂൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് ആണ് ശരിക്കും ഈ ചാപ്റ്ററിൻ്റെ പേര്. ചിലപ്പോൾ നിങ്ങളുടെ സ്കൂൾ എന്തായിരിക്കും ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എന്നുള്ള പേരിലായിരിക്കും ഒരു ചാപ്റ്റർ എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്കൂളാണ് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ ആ കാര്യം കറക്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം ആണോ, അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫോർത്ത് ചാപ്റ്റർ ഏതാണ്? കൾച്ചറൽ ഫോർമേഷൻ ഇൻ ദി മിഡിൽ ഏജസ് ആണ്. അതായത് ഇതിൽ രണ്ട് കാര്യം നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഒന്ന് ഇസ്ലാമിക് എംപയർ, ഇസ്ലാമിക സാമ്രാജ്യത്തെ കുറിച്ചിട്ടും, രണ്ട് നോർത്ത് അമേരിക്കൻ സിവിലൈസേഷൻ, നോർത്ത് അമേരിക്കയിലുള്ള സംസ്കാരങ്ങളെ കുറിച്ചും പഠിക്കുന്ന ഏത് ചാപ്റ്ററിലാണ്? ഫോർത്ത് ചാപ്റ്ററിലാണ്. ഫിഫ്ത്ത് ചാപ്റ്റർ നൊമാഡിക് എംപയർ ആണ്. ഇത് നിങ്ങൾ ആരെ കുറിച്ച് പഠിക്കുന്നു? ചെങ്കിസ് ഖാനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് ഏത് ചാപ്റ്ററിലാണ്? ഫിഫ്ത്ത് ചാപ്റ്ററിലാണ്. സിക്സ്ത് ചാപ്റ്റർ ഏതാണ്? 3 ഓർഡേഴ്സ് ആണ്. അത് യൂറോപ്പിലെ ഫ്രാൻസിലുള്ള, നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടാവും, ക്ലർഗി നോബിൾസ് കോമൺസ് അല്ലേ, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, സാധാരണക്കാർ. അതിനെ കുറേ കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഇതിൽ പഠിക്കുന്നത് 6ാമത്തെ ചാപ്റ്ററിൽ. 7ാമത്തെ ചാപ്റ്ററിൽ യൂറോപ്യൻ റിനൈസൻസ് ആണ്, യൂറോപ്യൻ നവോത്ഥാനത്തെക്കുറിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് 7ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. 8ാമത്തെ ചാപ്റ്റർ ഏതാണ്? ഏജ് ഓഫ് ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ് ആണ്. അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇത്, ഈ ഒരു ചാപ്റ്റർ 8 എന്ന് പറഞ്ഞാൽ. 9ാമത്തെ ഏതാണ്? ഡിസ്പ്ലേസിങ് ഇൻഡിജിനസ് പീപ്പിൾ. നിങ്ങൾ ഓസ്ട്രേലിയയിലും അതേപോലെ ന്യൂസിലാൻഡിലും അങ്ങനെ ആ ഇടങ്ങളിലേക്കുള്ള ആളെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ് ഇത് 9ാമത്തത്. 10ാമത്തത് പാത്ത് ടു മോഡേണൈസേഷൻ. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ആരെ കുറിച്ച് പഠിക്കുക? ചൈനയെക്കുറിച്ചും ജപ്പാനെ കുറിച്ചും പഠിക്കുന്നതാണ് ഇത് ഈ 9ഉം 10ഉം ചാപ്റ്റേഴ്സ് കേട്ടോ. ഈ 10ാമത്തെ ചാപ്റ്റർ കേട്ടോ. അതായത് 10ാമത്തെ ചാപ്റ്റർ നിങ്ങൾ ആരെ കുറിച്ച് പഠിക്കുക? ചൈനയെക്കുറിച്ചും ജപ്പാനെ കുറിച്ചും പഠിക്കും. 9ാമത്തെ ചാപ്റ്റർ നിങ്ങൾ ഓസ്ട്രേലിയയെ കുറിച്ചിട്ടും അമേരിക്കയിലും ഓസ്ട്രേലിയയും ഒക്കെയുള്ള സിവിലൈസേഷൻ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ എവിടെ പഠിക്കും? 9ാമത്തെ ചാപ്റ്റർ പഠിക്കുമ്പോൾ 10ാമത്തെ ചാപ്റ്റർ നമ്മൾ ചൈനയെക്കുറിച്ചും ജപ്പാനെ കുറിച്ചും പഠിക്കുക. അപ്പോൾ ഇങ്ങനെ 10 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്? +1 ഹിസ്റ്ററിയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? നമ്മുടെ എജ്യൂപോഡിൻ്റെ ആപ്പിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഓരോ ചാപ്റ്ററിൻ്റെയും ക്ലാസ്സുകൾ, അതായത് ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സോഷ്യോളജി, എക്കണോമിക്സ്, ജോഗ്രഫി, ഇംഗ്ലീഷ് ലാംഗ്വേജ്, അങ്ങനെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ. അത് മാത്രമല്ല നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ്, നോട്ടുകൾ, PYQs, ഇതൊക്കെ നമ്മൾ എജ്യൂപോഡിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്? ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എജ്യൂപോഡിൻ്റെ ആപ്പിൽ നമ്മൾ 2 മാസം മുന്നേ തന്നെ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എജ്യൂപോഡിൻ്റെ ആപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് 9207998855 എന്ന നമ്പറിലേക്ക് വിളിക്കുക. കാരണം നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാൻ പറയാൻ പ്രധാനപ്പെട്ട കാരണം എന്താ? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ചിട്ടയായി തുടക്കം മുതലേ ദിവസവും പഠിച്ചാൽ മാത്രമേ നമുക്ക് +1 ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. +1 ഗ്രേഡ് അല്ല, മാർക്കാണുള്ളത്. അപ്പോൾ +1 ഫുൾ മാർക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്ത് ക്ലാസ് കണ്ട് PYQs നോക്കി, നോട്ട് വായിച്ച് നോക്കി, ക്വസ്റ്റ്യൻസ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയാൽ മാത്രമേ നിങ്ങൾക്ക് +1 ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അതിനാണ് നിങ്ങൾ എന്ത് ചെയ്യുക? എജ്യൂപോഡിൻ്റെ കൂടെ ജോയിൻ ചെയ്യുക. ഫീസും കാര്യങ്ങളൊക്കെ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇനിയുള്ള ഒരു വീഡിയോസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഹിസ്റ്ററിയിലെ മെജോറിറ്റി ചാപ്റ്റേഴ്സ് +1 ഞാനാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും കാണാം. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് +1 പഠിക്കുക. എല്ലാവർക്കും +1 ഫുൾ മാർക്ക് തന്നെ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ.